നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിൾ ഇതൊന്ന് വായിച്ചേ. ഇതെന്താ? ഡിവോഴ്സ് നോട്ടീസാ. സ്വാതിയുടെ അഡ്വക്കേറ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഡിവോഴ്സ് നോട്ടീസോ? അതെ. അങ്കിൾ ഇത് തുറന്ന് വായിക്കേ. എന്താ അങ്കിൾ സ്വാതി ഇങ്ങനെ? അത്രയ്ക്ക് അവൻ എന്നെ വെറുത്തുപോയോ? ഞാൻ എന്റെ ജീവനെ പോലെയാ സ്വാതിയെ സ്നേഹിച്ചത്. പക്ഷെ സ്വാതി എന്നോട് സ്വാതി കാട്ടിയതെല്ലാം വെറും അഭിനയായിരുന്നോ? എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും സ്വാതി സഞ്ജുവിന് ഡിവോഴ്സ് നോട്ടീസൊക്കെ അയക്കാന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഡിവോഴ്സ് നോട്ടീസോ? എന്നിട്ട് ഞാൻ സ്വാതിയോട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവള് പറയാ അവൾക്ക് അവളുടെ വഴി, സഞ്ജുവിന്റെ വഴിയെന്ന്. ഞാൻ സ്വാതിയോട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവള് പറയാ അവൾക്ക് അവളുടെ വഴി, സഞ്ജുവിന്റെ വഴിയെന്ന്. അങ്കിൾ, സത്യത്തിൽ എനിക്കും എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. സഞ്ജു, നീ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്നെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയ മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നത്. എന്ത് സത്യം? അങ്കിൾ പറയ, ഞാൻ കേക്കട്ടെ. സഞ്ജു, ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന ആ സത്യം സ്വാതി അറിഞ്ഞു. ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജുവേട്ടനല്ലേ? ആ സത്യം സ്വാതിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതാ എന്റെ മോള് കൈനരമ്പ് മുറിച്ച് സ്വയം ഇല്ലാതാവാൻ പോലും ശ്രമിച്ചത്. നമ്മളെല്ലാം വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാവും എന്റെ സ്വാതിയെല്ലാം ഉള്ളിൽ ഒതുക്കുന്നേ. അവളിങ്ങനെ സ്വയം ഉരുകി തീരുക. നീ എന്റെ മോളെ ചതിക്കായിരുന്നു അല്ലേടാ? ഇവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. അതിങ്ങനെ കാഞ്ചനം ബഹളം വെച്ചു അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. പ്രഭ ഇവനോടൊപ്പം ചേർന്ന് സ്വന്തം മോളെ ചതിക്കായിരുന്നില്ലേ? ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയായിരുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ രണ്ടാം കെട്ടുകാരണം നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇത് ചതിയാ, കൊടുചതി. ഞാനിത് സഹിക്കില്ല. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയെ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ. എനിക്കൊന്ന് കേക്കണ്ട, ഒന്നും പറയണ്ട. ഇനി ആരും ഒരു ലച്ചു അവളോ എല്ലാത്തിനും കാരണം. എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തത് അവള്, ആ ലച്ചു. അവള് സുഖിച്ചു വാഴുക. എനിക്കിത് പറ്റില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഇന്ന് ഇപ്പോ
ഞാൻ അവളെ മംഗലശ്ശേരിയിൽ നിന്ന് അടിച്ചിറക്കും. ഇനി അവൾ അവിടെ വാഴില്ല. കാഞ്ചനെ പറയുന്നേ. കാഞ്ചന നിൽക്കും. വിടന്നെ. നിൽക്കാൻ. കാഞ്ചന നമ്മളെന്ന് പറയും. കാഞ്ചന. കാഞ്ചനെ. കാഞ്ചന നിക്കേ. നീ എന്തിനുള്ള പുറപ്പാടാ? അത് ഞാൻ വീണ്ടും പറയണോ പ്രഭേ? ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. വിടന്നെ പ്രഭേ, വിടന്നെ പറഞ്ഞേ. വിടാൻ. വരാൻ. വിടന്നെ. എടുത്തു ചാടി നീ ഇപ്പൊ ഒന്നും ചെയ്യരുത്. പ്രഭേനെ വിട്. എനിക്കിനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ലച്ചുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടാ ഈ പ്രശ്നം തീരുമെന്ന് നീ കരുതുന്നുണ്ടോ? പ്രശ്നം തീർന്നാലും ഇല്ലെങ്കിലും ഇനി ആ പെണ്ണ് ആ വീട്ടിൽ വേണ്ട. എന്റെ മോളെ പുറത്ത് ചാടിച്ച് ദേ ഇവന്റെ ആദ്യ ഭാര്യയായി അവൾ ഇനി അവിടെ വേണ്ട. കാഞ്ചന, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വീട് പ്രഭേ. അച്ഛാ, ശ്രീകുട്ടി എന്റെ മുന്നിൽ നിന്ന് മാറ്. അമ്മ എന്റെ നെഞ്ചത്തൂടി വണ്ടി കയറ്റി പൊക്കോ. ജീവിക്കാനുള്ള എന്റെ ആഗ്രഹമൊക്കെ എപ്പോഴും നഷ്ടമായി കഴിഞ്ഞു. എന്താടി നിന്റെ മനസ്സില്? ഇനി അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ, അവള് സഞ്ജുവിന്റെ ഭാര്യയായി മംഗലശ്ശേരിയിൽ ജീവിക്കണം. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മതിയായില്ലേ നിങ്ങൾക്ക്? സ്വന്തം മോളുടെ ജീവിതം തകർന്നടിയുന്നത് വരെ നിങ്ങൾ നോക്കി നിന്നില്ലേ? നിങ്ങളൊരു അച്ഛനാണോ? അന്ന് നിങ്ങൾ ആ സത്യം അറിഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ തന്ത്രത്തിൽ ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അന്ന് നിങ്ങളിത് മൂടി വെച്ചു. അതിന്റെ വിലയാ നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം പോയില്ലേ? അതിന് അവളുടെ അച്ഛനായി നിങ്ങൾ കൂട്ടുനിന്നു. എന്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് എന്ത് കാണാനാടാ നീ ഇനി നിൽക്കുന്നത്? കുടുംബത്തോടെ ഞങ്ങൾ കത്തിച്ചാമ്പലാവുന്നത് നിനക്ക് കാണണോ? പോടാ എന്റെ മുമ്പിന്ന്. പോകാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.